ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സില്ലി ലോഗ്സ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് മഷ്റൂം തോരൻ അഥവാ കൂണ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 300 ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത്. അതിനൊപ്പം ഒരു ചെറിയ സവാള ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ വെളുത്തുള്ളിയും 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ആദ്യമേ തന്നെ നമുക്ക് മഷ്റൂം 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അതിൽ കുറേ മണ്ണിൻ്റെ അംശം കാണും, അതുകൊണ്ട് തീർച്ചയായിട്ടും 2-3 വെള്ളത്തിൽ കഴുകി എടുക്കണം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഇപ്പം ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ കൂണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 3 ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ കൂണിൽ ഒത്തിരി ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി ഗുണമുള്ള സാധനമാണ് ഈ കൂണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് അതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു ചെറിയ സവാള നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് വയറാൻ വേണ്ടി കുറച്ച് ഉപ്പ് അതിലോട്ട് ചേർക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല ചേർക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഈ കൂണിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടിക്കോളും. പിന്നെ ഈ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ഈ പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഒരു 2-3 മിനിറ്റ് എടുക്കും ഈ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 300 ഗ്രാം കൂണ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. അതൊന്നൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. അടച്ച് വെക്കുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇതിൽ പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കഴുകുന്ന സമയത്ത് നമ്മുടെ കൂണിൽ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളമെല്ലാം ഇപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മഷ്റൂമിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ 2-3 മിനിറ്റും കൂടി നമ്മൾ അടച്ച് വേവിക്കേണ്ടതാണ്. അതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 3 പിടി തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഒന്ന് നല്ലവണ്ണം വെള്ളമൊന്നും വറ്റേണ്ട കാര്യമുള്ളൂ. നമ്മുടെ കൂൺ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളം വറ്റുന്ന വരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിയതായിട്ട് തോന്നുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പാനൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.